കേരളത്തിലെ അന്തം കമ്മികളും സുഡാപ്പികളും ഇന്ന് കുരുപൊട്ടി മരിക്കും. കണ്ടായിരുന്നോ? കണ്ടു. സംഗതി ഗംഭീരമായി. മമ്മൂട്ടി ഇന്നലെ പത്മ അവാർഡ് വാങ്ങിക്കാൻ ഡൽഹിയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് കൊടുക്കുക. അദ്ദേഹം കുടുംബാംഗങ്ങളെല്ലാം അങ്ങനെ ചേർന്ന് വിവിധ ഫോട്ടോകളാണ്. മമ്മൂട്ടിക്ക് ഒപ്പം നിൽക്കുന്നു, കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ദുൽഖറിനൊപ്പം നിൽക്കുന്നു, പല പല ഫോട്ടോകളെടുത്ത് ഏതാണ്ട് 5-6 ഫോട്ടോ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രശസ്ത നടൻ മമ്മൂട്ടിക്കും കുടുംബത്തിനും ഒപ്പം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദുൽഖർ സൽമാനെ കൈക്കിടയിൽ കൈ കയറ്റിയിട്ട് പുള്ളി ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയും ഭാര്യയും മകളും മകനും എല്ലാവരും കൂടി വന്നിട്ട് പത്മഭൂഷൺ ബഹുമതി അദ്ദേഹം നേടി. ഇന്നലെ അവിടെ ഈ പത്മ പുരസ്കാരം നേടിയവരിൽ സ്വകാര്യ സന്ദർശനം നടത്തിയത് ഇദ്ദേഹവുമായിട്ട് മാത്രമാണ്. അതാണ്, ഇത് രാഷ്ട്രപതി ഭവനിലല്ല, ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ വീട്ടിലോ ആണ്. അതെ, അത് മാത്രമല്ല, അദ്ദേഹം അത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മമ്മൂട്ടി അദ്ദേഹം ചേർത്ത് പിടിച്ചു. കാരണം പ്രമുഖ നടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. സാധാരണ നരേന്ദ്രമോദി ഇങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. എന്തായാലും മമ്മൂട്ടിയെ ചേർത്ത്. പക്ഷേ ഇവിടെയാണ് അതിൻ്റെ അനുരണനം ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ തന്നെ ആദ്യം തന്നെ പോസ്റ്റ് ഇട്ട ഒത്തിരി അണ്ണന്മാർക്ക് പണി പാളിയിട്ടുണ്ട്. പ്രധാനി നികേഷ് കുമാർ ഇടതുപക്ഷ മാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് മമ്മൂട്ടി അവാർഡ് ഏറ്റുവാങ്ങുന്ന പത്മ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ആ പടം കൊടുത്തിട്ടാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, മമ്മൂട്ടി ആ ചടങ്ങിൽ വളരെ എളിമയോടെ ഭവ്യതയോടെ സ്ഥിരം കാണുന്ന ഒരു മമ്മൂട്ടി അല്ല നമ്മൾ ഇന്നലെ കണ്ടത്. ശ്രദ്ധിച്ചാലോ? മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ആളൊരു ശുദ്ധ മനസ്കനും ഒരു സാധുവുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അല്പം കടുപ്പിച്ച പുള്ളി നടക്കുകയും സംസാരിക്കുകയും ബലം പിടിക്കും, ഒരു മസിൽ പിടുത്തം. പക്ഷെ ഇന്നലെ അദ്ദേഹം വളരെ ഇതായിട്ട് എണീറ്റ് നിന്ന് ആദ്യം പ്രധാനമന്ത്രിയും സദസ്സിനെയൊക്കെ വണങ്ങി. അത് വണങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുരു പൊട്ടാൻ തുടങ്ങി. അതിലൊക്കെ ഉപരി ഈ ഭാര്യയും മക്കളും ഒന്നും ഈ തട്ട ഒന്നും വിടാതാണ് സാധാരണ. അതിൻ്റെ പേരിൽ സുഡാപ്പികളുടെ വക വലിയ പൊങ്കാല അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഹൃദയം പൊടിഞ്ഞതും തകർന്നതും ബോധം കെട്ടു വീണതും അന്തം കുറച്ച് വർഷം മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞില്ല, ഇവിടുന്ന് ദേശീയ അവാർഡ് വാങ്ങിക്കാൻ ഡൽഹിയിൽ പോയ മഹാന്മാരെല്ലാം കൂടെ ചേർന്ന് മോദിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ലെന്ന് അങ്ങാണ്ട് ഒരു തീരുമാനം മേടിക്കാതെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ പലർക്ക് പൊതിഞ്ഞ് വീട്ടിൽ അയച്ചു കൊടുക്കുകയും ചെയ്തത്. ആ വിദ്വാന്മാർ വഴി ഇന്നലെ കുടുങ്ങിക്കാണ്. കാരണം മമ്മൂട്ടിയുടെ ഇടതുപക്ഷ സഹയാത്രി എന്നാണല്ലോ സങ്കല്പം. ഇടതുപക്ഷ സഹയാത്രി എന്നല്ല, കൈരളി ടിവിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. എപ്പോഴും പുള്ളി ചെയർമാനാണ്. അത് മാത്രമല്ല, അത് ഇടതുപക്ഷ സഹയാത്രി എന്നാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിക്ക് ഒരു അല്പം മാറ്റം വന്നിട്ടുണ്ടോ? ഒരു വ്യതിചലനം, എന്തോ ഒരു ഇവരുടെ പറച്ചിലിനകത്ത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്തം കമ്മികൾക്ക് തന്നെ സംശയമുള്ള സമയത്താണ് അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി വണങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം സ്വകാര്യ നിമിഷങ്ങളിൽ ചെലവഴിച്ചിരിക്കുന്നു. ഇനി ഇവരെന്ത് പറഞ്ഞ് ഇത് ന്യായീകരിക്കാൻ പറ്റും? ഇപ്പം മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണം ഈ അന്തം കമ്മികൾ തുടങ്ങും എന്നുള്ള യാതൊരു സംശയം. അന്ന് വയനാട്ടിൽ മമ്മൂട്ടി സന്ദർശനം നടത്തിയപ്പോൾ ജില്ലാ സെക്രട്ടറി വലിഞ്ഞേറി ഒന്ന് ആളാവാൻ നോക്കിയപ്പോഴും മമ്മൂട്ടി അങ്ങോട്ട് അറിയിക്കാൻ പറഞ്ഞു. അതിന് മമ്മൂട്ടി വിളിച്ച് തെറുക്കി കൈ കണക്കുണ്ടായിരുന്നു. അതോടുകൂടി മമ്മൂട്ടി ഇവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. മമ്മൂട്ടി ഞങ്ങളുടെ അന്തം കമ്മി സഖാവാണ്, ഞങ്ങളുടെ കൈരളി ടിവിയുടെ ആളാണ്. അപ്പോൾ ഓർത്തോണം, വെള്ളാപ്പള്ളി നടേശനും ഈ കൂട്ടത്തിൽ പത്മഭൂഷൺ മേടിച്ചായിരുന്നു. പക്ഷേ വാങ്ങി. അതുപോലെ പത്മവിഭൂഷൺ നമ്മുടെ കെ.ടി. തോമസിനും പി. നാരായണനും ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇവരെ ആരെയും അദ്ദേഹം സ്വകാര്യമായിട്ട് സന്ദർശിച്ചില്ല. അല്ലെ, ആ സ്വകാര്യതയ്ക്ക് ഇതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം, മമ്മൂട്ടിയേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സ്നേഹം പങ്കുവെച്ചത് ദുൽഖറുമായിട്ടാണ്. ദുൽഖറിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ദുൽഖറിൻ്റെ കൈയെടുത്ത് അദ്ദേഹം ഇങ്ങനെ മുറുക്കി പിടിച്ച് എല്ലാ ഫോട്ടോസും. അത് മമ്മൂട്ടി അത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു അനർഘ നിമിഷമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. കാരണം എനിക്ക് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു, എനിക്കൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു, എൻ്റെ കുടുംബത്തെ അദ്ദേഹം വിളിച്ചടുത്ത് നിർത്തി. വലിയ ഒരു വേള, ആനന്ദത്തിൻ്റെ ഒരു വേളയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യ പ്രധാനമന്ത്രിയായ ഒരാൾ, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ നടൻ, അദ്ദേഹത്തെ ഇതിന് പത്മ കൊടുക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ വീട്ടിലോ വിളിച്ചു വരുത്തി ആദരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ഈ ഡോക്ടർ അംബേദ്കർ സിനിമ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടെത്തിയത് ഇദ്ദേഹത്തെയാണെന്ന് ഓർമ്മ, മമ്മൂട്ടിയാണ്. കാരണം ഇന്ത്യ മുഴുവനുള്ള നടന്മാർ വന്നു. പിന്നെ ഗാന്ധിജിയുടെ വേഷം ചെയ്താൽ ബെൻ കിങ്സ്ലി അത് വിദേശ നടനാണ്. പിന്നെ ഇവിടെ അംബേദ്കറുടെ കഥ സിനിമയാക്കിയപ്പോൾ വേറെ ആരെയും തപ്പിപ്പോയില്ല, ഇദ്ദേഹത്തെ തന്നെയാണ്
അല്ല അതൊരു വലിയ മമ്മൂട്ടി കിട്ടിയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ബഹുമതിയുള്ളതാണ് ഡോക്ടർ അംബേദ്കർ ആയിട്ട് അഭിനയിക്കും. മാത്രമല്ല ഡോക്ടർ വൈ.എസ്. രാജശേഖര സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതെ 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 അത് യാത്ര എന്ന് യാത്ര പറയുന്നത്. എന്ന് അത് പറയുന്നത് അതിനകത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്രമായിട്ട് മമ്മൂട്ടി. ശരിക്കും അദ്ദേഹം വേഷമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടെന്ന് അതിൻ്റെ കുടുംബാംഗങ്ങൾ അതിൻ്റെ ഭാര്യയും മക്കളൊക്കെ വന്ന് അത്ഭുതത്തോടെ അവർ പറഞ്ഞു. ശരിക്കും ആ വേഷമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പോലെ തോന്നുന്നു പറഞ്ഞു. കാരണം അത് മമ്മൂട്ടി ഒരു മഹാകലാകാരൻ തന്നെയാണ്. അദ്ദേഹം ഹിന്ദിയിൽ ത്രിയാത്രി എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം അഭിനയിച്ചു. പിന്നെ ധർത്തിപുത്ര എന്ന അതിൽ അഭിനയിച്ചു. അപ്പോൾ അതിൽ അന്നൊരു കാര്യം ഇങ്ങനെ ആരോ ഏതോ മാസിൽ കണ്ടിരുന്നു. ഈ മമ്മൂട്ടിയുടെ അഭിനയം കണ്ട് ഈ ഒരു സഹസംവിധായകന് വലിയ ഇഷ്ടം തോന്നി. ഹിന്ദിക്കാരനാണ്, അയാൾക്ക് മമ്മൂട്ടി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. അപ്പം അയാൾ കരുതി ഈ ഹിന്ദിയിലെ അഭിനയം എന്ന് പറഞ്ഞാൽ മസിൽ എടുത്തപ്പോൾ ഹിന്ദിയിൽ അഭിനയത്തിൽ കുറവാണല്ലോ, അഭിനയം ഇല്ലല്ലോ. അപ്പോൾ അയാൾ നോക്കി ഇയാളെ ഗംഭീര അഭിനയിക്കുന്നുണ്ട്, കൊള്ളാം. അപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇടവേളയിൽ വന്നപ്പം ഈ അസിസ്റ്റൻ്റ് ഒന്ന് ചോദിച്ചു വന്നു, യു ആർ ഫ്രം വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചത്. പൂനെ പഠിച്ചതാണോ അടയാറിൽ പഠിച്ചാണോ എന്നുള്ള രീതിയിൽ അഭിനയം പഠിച്ചോടുന്നു. അപ്പം മമ്മൂട്ടി പറഞ്ഞ ഐ ആം ഫ്രം ബാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഞെട്ടി, മമ്മൂട്ടി അടിച്ചിട്ടാണോ പറഞ്ഞത്. അപ്പം എന്ന് ചോദിച്ചു. അപ്പം മമ്മൂട്ടി തന്നെ ഐ ആം ആൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആരും എഡ്യൂക്കേറ്റഡ് എന്ന് പുള്ളി ചോദിച്ചത്. മമ്മൂട്ടി പറഞ്ഞത് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ മലയാള സിനിമയ്ക്ക് ചായ തരാൻ നിൽക്കുന്ന ആളുകൾ പോലും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അയാൾ ഞെട്ടിപ്പോയത്. കാരണം ഹിന്ദിയിൽ നമ്മൾ ഈ പറയുന്ന വലിയ നടന്മാരൊന്നും തന്നെ ആരും ഉന്നത വിദ്യാഭ്യാസം നേടി വരുന്നതല്ല. പക്ഷേ മലയാള സിനിമയിൽ നേരെ തിരിച്ചാണ്. ഇവിടെ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പണ്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ സന്ദർശിച്ചു, UDFന്റെ. അന്നുണ്ടായ വിവാദം ഓർക്കുന്നു. അതെ, മാത്രമല്ല അദ്ദേഹം പോയതോർത്ത് വികസന പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാം. അതല്ലാതെ നരേന്ദ്രമോദി ശിഷ്യനാവാൻ പോയതല്ല. നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കാനുള്ള മനസ്സാദ്യം നോക്കുകയാണ്. ശിവഗിരി വന്നപ്പോൾ CPM ബഹിഷ്കരിച്ചു, കോൺഗ്രസും ബഹിഷ്കരിച്ചു. ഇവരൊക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പിണറായി വിജയനാണ് പിന്നീട് ഏറ്റവും കൂടുതൽ പോയി വണങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ശിവഗിരിയിൽ വന്നതിൻ്റെ 100ാം ദിവസമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. അതെ, ശിവഗിരി സന്ദർശിച്ചതിൻ്റെ 100ാമത്തെ ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മുന്നിൽ അദ്ദേഹം ഒരു വലിയ ഒരു വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾ, ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ ആൾ, എന്തൊക്കെ വ്യാജ നറേറ്റീവുകളാണ് ഇവരിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയൊന്നും അല്ലാന്ന് അദ്ദേഹം നാട്ടിലിറങ്ങുമ്പോൾ തെളിയിച്ചു കൊടുത്തല്ലേ. അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ മമ്മൂട്ടിയുടെ കാര്യം പോക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മമ്മൂട്ടിയുടെ ഈ പറയുന്ന കൈരളി ചാനൽ, ഈ അന്തം കമ്മികൾ എല്ലാവരും കൂടി ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടും. അതിന് അവർക്ക് അഴിച്ചുവിടുന്നതിന് യാതൊരു വാർത്ത കൊടുത്തിട്ടുണ്ടോ ശ്രദ്ധിച്ചു നോക്കണം. ഏത് പ്രധാനമന്ത്രി സന്ദർശിച്ച വാർത്ത കൊടുക്കാൻ സാധ്യതയില്ല. കാരണം മമ്മൂട്ടി വലിയ അത്യാഹ്ലാദത്തോടെ ഇത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട് യുവന്മാർ, ഈ സൈബർ സഖാക്കൾ ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ്, ഇനി എന്ത് ചെയ്ത് ഇയാളെ നമ്മൾ പൂട്ടും. ഈ കൂട്ടത്തിലാണ് NK പ്രേമചന്ദ്രനെ പലരെയും കക്ഷി നേതാക്കളെ വിളിച്ചോട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വിളിച്ചപ്പം അതിന് അയാളെ ചീത്തവിളി, അയാൾ BJP ചേരാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രേമചന്ദ്രനെ ചീത്തവിളിയായി. അല്ല, അയാൾ നല്ല വിഷനുള്ള നേതാവാണ്. നരേന്ദ്രമോദി ഞാനും തമ്മിൽ ആത്മബന്ധം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, അദ്ദേഹം ഒരു MP-ക്ക് എന്തുകൊണ്ടാവും അദ്ദേഹം പ്രേമേന്ദ്രനെ സെലക്ട് ചെയ്യുന്നത്? ഒരേ ഒരു അംഗമുള്ള പാർലമെന്റിൽ ഒറ്റ അംഗമാണുള്ള RSPക്ക്. പക്ഷേ അദ്ദേഹം പാർലമെന്റ് ചെയർമാന്മാരിലുണ്ട്, പ്രധാനപ്പെട്ട കമ്മിറ്റികളിലുണ്ട്, പാർലമെന്റ് നന്നായിട്ട് സംസാരിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കും. പ്രേമേന്ദ്രൻ അവിടെ ചെന്ന് മുറി ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മളെ മലയാളികളെ മുഴുവൻ നാണം കെടുത്തുന്ന റഹീമിനും ശ്രീമതിയെയും പോലെ ഉള്ളവരുടെ ഇടയിൽ നല്ല അച്ചടിച്ച രീതിയിൽ നല്ല കിണ്ണൻ പ്രസംഗം നടത്തുന്ന ഒരാളാണ് ഈ NK പ്രേമചന്ദ്രൻ. മാത്രമല്ല അതേ എല്ലാം പഠിച്ചിട്ട് വന്നേ ചെയ്യുള്ളൂ. ഗംഭീരമാണ്. അത് കാണാ പഠിച്ചോണ്ട് വരുന്നതല്ല, നല്ല സുന്ദരൻ ഇംഗ്ലീഷിൽ നല്ല സൂപ്പറായിട്ട് പ്രസംഗിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മെയ്ഡൻ സ്പീച്ച്, ദിസ് ഈസ് മൈ മെയ്ഡൻ സ്പീച്ച് സാർ എന്ന് പറഞ്ഞ്. ഞാനിത് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഈ ലോക്സഭ TV-യിൽ കണ്ടതാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നെക്സ്റ്റ് NK പ്രേമചന്ദ്രൻ ഇദ്ദേഹം എത്ര സമയം പ്രസംഗിച്ചു അത്രയും നേരം ഞാൻ കേട്ടോണ്ടിരുന്നു. എന്ത് മനോഹരമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്ത് കണ്ടുള്ള ഒന്ന് സുരേഷ് ഗോപി നന്നായിട്ട് സംസാരിക്കും. ബ്രിട്ടാസ്, ഈ CPM-മാർക്കിടയിൽ ആകെപ്പാടെ ഒരു മാനം കാക്കാൻ ഒറ്റയാളെ ഉള്ളത് ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് നല്ല സൂപ്പറായിട്ട് അതിൽ സംസാരിക്കും. മുല്ലപ്പള്ളി സംസാരിക്കും. അതുപോലെ നമ്മുടെ ഇപ്പൊ ഷാഫി പറമ്പിൽ നന്നായിട്ട് സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, ഈ പ്രേമചന്ദ്രനെ പോലെയുള്ള ആൾക്കാരെ, മോദിക്ക് ഒരു ഗുണമുണ്ട്. മോദി അതിനകത്ത് രാഷ്ട്രീയം ഒന്നും നോക്കില്ല, ആള് മിടുക്കൻ. ശശി തരൂരും മോദിയും തമ്മിൽ നല്ല ആണല്ലോ. അല്ല, അങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും രാഷ്ട്രീയം നോക്കാം. അതെ, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വിദേശത്തേക്ക് വിട്ട അതിന്റെ തലപ്പത്ത് ശശി തരൂർ. എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. ഇപ്പൊ ഇനി ഇവർക്ക് ഇങ്ങനെ ഓരോന്നും ഈ പറഞ്ഞ ഇവരാണ് പിന്നെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് മോശം പറഞ്ഞ ഇവരാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ അങ്ങേരുടെ സന്ദേശം വായിച്ചത്. ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് എന്ന് തീരും. ഇനിയിപ്പം
നെഞ്ചത്തടിച്ച് നിലവിളിച്ച് വീട്ടിലെ ക്ലോസറ്റും ബക്കറ്റും അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതല്ലാതെ അന്തം കമ്മിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. കാരണം മമ്മൂട്ടിയും കൈവിട്ടുപോയി. മമ്മൂട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. കാരണം വയനാട്ടിലെ വിഷയമായി. ഇപ്പം അതാണ്ട് പത്മശ്രീ മേടിച്ച് ഇയാൾക്ക് വീട്ടിൽ പോകുന്നാൽ പോരായിരുന്നു, ഇയാൾ എന്തിനാ അങ്ങേരുടെ അടുത്ത് പോയെന്നായിരിക്കും ഒരു ചോദിക്കുന്നത്. ഇൻവൈറ്റ് ചെയ്തായിരിക്കും. അപ്പൊ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ന്യായമാണ്. പത്മശ്രീ നരേന്ദ്രമോദിയുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദിയുടെ കുടുംബസ്വത്വം. അതെ, പ്രധാനമന്ത്രിയാണ് കാണാൻ പോയത്, നരേന്ദ്രമോദി അല്ല. പ്രധാനമന്ത്രി എന്ന പദവിയാണ് കാണാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമായിരിക്കും. എന്താണെങ്കിലും ശരി, നരേന്ദ്രമോദി വലിയ തന്ത്രജ്ഞനാണ്. നരേന്ദ്രമോദിയുടെ ഈ ഒറ്റ ആലിംഗനത്തിലൂടെ ഈ ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയെയും ചേർത്ത് പിടിച്ചതിലൂടെ കേരളത്തിൽ കുരുവ് പൊട്ടും. സുഡാപ്പികളെല്ലാം ഇപ്പം രംഗത്തിറങ്ങും. ഇവരുടെ തട്ടം എവിടെ എന്നുള്ള ചോദ്യം വരും. ഇതൊക്കെ വരാൻ പോവാണ്. ഇതിനകത്ത് അതൊക്കെ കണ്ട് കുരു പൊട്ടുക അല്ലെ പൊട്ടിക്കുക, ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കുരുവ് പൊട്ടി ഒലിച്ച് നടക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ.